ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, താഴെപ്പാലം, തിരൂർ. കട കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് മേശയിലെ പണം തൊട്ടില്ല. അരിയും പഞ്ചസാരയും അടക്കമുള്ള പലചരക്ക് സാധനങ്ങൾ ആവശ്യത്തിനെടുത്താണ് സ്ഥലം വിട്ടത്. തലക്കടത്തൂരിലെ പലചരക്ക് കടയായ പാലക്കൽ സ്റ്റോറിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഇത്തരത്തിലൊരു മോഷണം നടന്നത്. കടയുടമ തലക്കടത്തൂർ സ്വദേശി പാലക്കൽ മൊയ്തീൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയിൽ തിരൂർ പോലീസ് എത്തി പരിശോധന നടത്തി. കൂട്ടുപൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, ഹോർലിക്സ്, ബൂസ്റ്റ്, നെയ്യ്, ചായപ്പൊടി, സോപ്പ് എന്നിവയെല്ലാം 4-5 പാക്കറ്റ് വീതം എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചാക്ക് ബസ്മതി അരിയും അരച്ചാക്ക് പഞ്ചസാരയും 1200 രൂപയോളം വിലയുള്ള കശുവണ്ടി പരിപ്പ് മോഷ്ടിച്ചു. ഏതാണ്ട് 20,000 രൂപ വില വരുന്ന പലചരക്ക് സാധനങ്ങളാണ് കടയിൽ നിന്ന് മോഷണം പോയത്. വെള്ളിയാഴ്ച രാവിലെ ഇപ്പോൾ കട തുറക്കാൻ വന്നപ്പോൾ അത് ഷെഡ് കുറച്ച് പൊന്തിക്കെടുക്കണം, കൂട്ട് കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കണം, കൂട്ട് കാണുന്നില്ല. അങ്ങനെ അകത്ത് കയറി അന്വേഷിച്ച് നോക്കിയപ്പോൾ ചാക്ക് പഞ്ചസാര, ചാക്ക് ഫുള്ളില്ല, പൊട്ടിച്ച പഞ്ചസാര, അതേമാതിരി ചാക്ക് അരി, പിന്നെ അണ്ടിപ്പരിപ്പ് 3 പാക്കറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ചില്ലറ സാധനങ്ങൾ വരുന്നത്, പിന്നെ ഓയിൽ, വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ ഒറ്റയടിക്ക് പറയാൻ പറ്റാത്ത ചില്ലറ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തേക്കുന്നത്. ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്ഥാനത്ത് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. പൈസ ഒന്നും പോയിട്ടില്ല. മേശയിൽ നിന്ന് പണം എടുക്കാൻ ശ്രമിക്കാത്തത് ഏറെ കൗതുകരമാണ്. കടയുടമ തലക്കടത്തൂർ സ്വദേശി പാലക്കൽ മൊയ്തീൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടയിൽ തിരൂർ പോലീസ് എത്തി പരിശോധന നടത്തി. കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപത്തുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിനെ കുടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മോഷണം നടന്നതിനെ തുടർന്ന് പാലക്കൽ സ്റ്റോറിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചു.